പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പാർലമെന്റിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് വിരളമാണ്. രാഹുലുമായി പലപ്പോഴും മുട്ടുന്നത് അമിത്ഷായും അല്ലെങ്കിൽ കിരൺ റിജിജു പോലുള്ള ചില കേന്ദ്രമന്ത്രിമാരുമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പാർലമെന്റിൽ ഏറ്റുമുട്ടിയപ്പോഴൊന്നും രാഹുലിന് മേൽ വിജയിക്കാൻ മോദിക്ക് സാധിച്ചില്ല. കണക്കിന് രാഹുലിന്റെ കയ്യിൽ നിന്നും മോദിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഈ സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ രാഹുലുമായി കൊമ്പു കോർക്കാനുള്ള സാഹചര്യം പരമാവധി മോദി ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്. സമാനമായ സംഭവം അടുത്തിടെ പാർലമെന്റിൽ അരങ്ങേറി. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കത്തിക്കയറുകയാണ്. പാർലമെന്റ് മര്യാദകളുടെ ലംഘനമാണ് മോദി നടത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നതിന് പിന്നാലെയാണ് രാഹുൽ പാർലമെന്റിൽ താണ്ഡവമാടിയത്. അവകാശ ലംഘന നോട്ടീസിനോടൊപ്പം പാർലമെന്റിൽ ഈ പരാതിയും കോൺഗ്രസ് നൽകി കഴിഞ്ഞു. തെളിവുകൾ സഹിതമാണ് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത്. മോദിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ പകർത്തി അതിൽ മോശം പരാമർശം പ്രത്യേകം ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം പക്ഷപാതപരവും ലജ്ജാകരവുമാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. തന്റെ പ്രസംഗത്തിൽ 59 തവണയാണ് പ്രധാനമന്ത്രി കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാളുടെ വാക്കുകൾ എല്ലായ്പ്പോഴും ദേശീയ ഐക്യം ലക്ഷ്യം വെച്ചുള്ളതാകണമെന്നും എന്നാൽ മോദിയുടെ പ്രസംഗം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള വേദിയായി മാറിയെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. ഇക്കാര്യം തന്റെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറയുകയും ചെയ്തു. പാർലമെന്റിലെ വോട്ടിംഗ് നടപടികളെക്കുറിച്ച് പ്രധാനമന്ത്രി നടത്തിയ വിശദമായ പരാമർശങ്ങൾ പാർലമെന്ററി ചട്ടങ്ങളുടെ ലംഘനമാണ്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇത് പാർലമെന്ററി പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടണമെന്നും പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് രാഹുൽ പറഞ്ഞത്. രാജ്യത്തിന്റെ ഭരണഘടനാപരമായ മൂല്യങ്ങളെയും പാർലമെന്ററി കീഴ്വഴക്കങ്ങളെയും പ്രധാനമന്ത്രി അവഗണിക്കുന്നു എന്ന വിമർശനമാണ് കോൺഗ്രസ് ഇതിലൂടെ ഉയർത്തുന്നതും. മോദിയെ അയോഗ്യനാക്കി അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്നും പറയുന്ന രാഹുൽ നടപടിയെടുക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നും പറയുന്നുണ്ട്. ഈ പ്രസംഗത്തിനിടയിലാണ് രാഹുൽ ഗാന്ധി BJPയെ കടന്നാക്രമിച്ചത്. BJP അക്രമകാരികളാണെന്ന് പറഞ്ഞ രാഹുൽ ശക്തമായ വിമർശനമാണ് അഴിച്ചുവിട്ടത്. കേട്ടപാതി പ്രധാനമന്ത്രി മോദി ചാടി എഴുന്നേറ്റു. രാഹുൽ ഗാന്ധി ഹിന്ദുമതത്തെ അപമാനിച്ചുവെന്നായി മോദി. ഹിന്ദുമതത്തെ വളരെ മോശമായി രാഹുൽ ഗാന്ധി ചിത്രീകരിച്ചു, അത് സമ്മതിച്ചു തരില്ല എന്ന് വരെയായി മോദി പറച്ചിൽ. എന്നാൽ തൊട്ടു പിന്നാലെ ചാടി എഴുന്നേറ്റ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയല്ല ഹിന്ദുയിസം എന്ന് തിരിച്ചടിച്ചു. മോദിയല്ല ഹിന്ദുയിസം, BJP അല്ല ഹിന്ദുയിസം, RSS ഹിന്ദുമതവുമല്ല. ഹിന്ദുമതത്തെക്കുറിച്ച് തന്നെ പഠിപ്പിക്കാൻ വരല്ലേ എന്ന് പറഞ്ഞതോടെ കത്തിക്കയറാൻ ഇറങ്ങിയ മോദി ഒരക്ഷരം മിണ്ടാതെ കസേരയിൽ ഇരുന്നു പോയി. ഒരിക്കൽ കൂടി നേർക്ക് നേർ വന്നപ്പോൾ വീണ്ടും വിജയം രാഹുൽ ഗാന്ധിക്ക് തന്നെ. മോദി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചവിട്ടി മെതിക്കുമെന്നും വാക്കുകൾ കൊണ്ട് അടിച്ചിരുത്തുമെന്നും പ്രതീക്ഷിച്ച് കൈയടിക്കാൻ കാത്തുനിന്ന BJPക്കാർ പോലും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് മുന്നിൽ ഒരു നിമിഷം തലതാഴ്ത്തി. കാര്യങ്ങൾ ശക്തിയുക്തം അവതരിപ്പിക്കുന്നതിൽ എന്തുകൊണ്ടും മോദിയേക്കാൾ 2-3 പടി മുന്നിലാണ് രാഹുൽ ഗാന്ധി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അരങ്ങേറിയ മോദി വധത്തിന്റെ വീഡിയോ കൂടി ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. विषय बहुत गंभीर है. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. बीजेपी को आपको नहीं 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 नरेंद्र मोदी जी पूरा हिंदू समाज नहीं है. बीजेपी पूरा हिंदू समाज नहीं है. RSS पूरा हिंदू समाज नहीं है. मिसलीड है प्राइम मिनिस्टर